നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കവേ കോൺഗ്രസ് ക്യാമ്പിൽ തമ്മിലടി. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറുമായി നടത്തിയ ചർച്ചയാണ് കോൺഗ്രസ് നേതാക്കളിൽ അമർഷമുണ്ടാക്കിയത്. രാഹുലിനെ ഇറക്കിയുള്ള എതിർചേരിയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിൽ പ്രതിപക്ഷ നേതാവ് അൻവറുമായുള്ള ചർച്ചയ്ക്ക് ജൂനിയറായ ഒരു MLA ചുമതലപ്പെടുത്തുമോ എന്ന് VD സതീശൻ ചോദിച്ചു. അൻവറുമായി സംസാരിക്കാൻ രാഹുലിന്റെ പേര് ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. രാഹുലിന്റെ സന്ദർശനം പാർട്ടി പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും K മുരളീധരനും പ്രതികരിച്ചു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം അൻവർ വിഷയം ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് അണികളും. UDF നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ടില്ല എന്നാണ്. കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയത് തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു. ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുത്തുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഞങ്ങളാരും നിർദ്ദേശിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം ഞാനിപ്പോൾ കണ്ടു. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു. അതിൻ്റെ ശരിതെറ്റുകൾ ഞാൻ പരിശോധിക്കുന്നില്ല, ഈ സമയത്ത് പരിശോധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഞങ്ങളാരും ചുമതലപ്പെടുത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനനും നിലമ്പൂരിൽ നിന്ന് ശിവദാസ് കന്മനവും ചേരുകയാണ്. ആദ്യം പ്രജിത്തിലേക്ക് എത്തുമ്പോൾ, പ്രജിത്ത്, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറിനെ സന്ദർശിച്ച വിഷയം വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും പ്രതികരണങ്ങൾ വരികയാണ്. രാഹുലിനെ തള്ളിയുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇരുവരും കടക്കുന്നത്, അല്ലേ? തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയത്തിൽ, അൻവറുമായിട്ടുള്ള ചർച്ചകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ വിഷയത്തിൽ രഹസ്യമായ ഒരു ചർച്ച, അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതിർന്നതിൽ വലിയ അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. അതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും കണക്ക് കൂട്ടുന്നത്. കാരണം പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള UDFന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ വലിയ രീതിയിൽ വിമർശിക്കുന്നു, അപഹസിക്കുന്നു, അധിക്ഷേപിക്കുന്നു. നിലമ്പൂരെ സ്ഥാനാർത്ഥിയായി UDF തീരുമാനിച്ചയാളെയും സമാന രീതിയിൽ അധിക്ഷേപിക്കുന്നു, അപഹസിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതിനുശേഷവും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളോ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അൻവറുമായി കൂടിക്കാഴ്ച നടത്തി, ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിലുള്ള വിഷയം. അതിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഇതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കണില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കണക്ക് കൂട്ടുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു MLA ആണെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ വളരെ ജൂനിയറാണ്. അദ്ദേഹം ഒപ്പം നിൽക്കുന്നത് സംസ്ഥാനത്തെ UDF വിരുദ്ധ ചേരിയിലുള്ള ചില നേതാക്കൾക്കൊപ്പം VD സതീശന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തന്റെ പൊളിറ്റിക്കൽ ലീനിയേജ് കാണിക്കുന്നത്, പൊളിറ്റിക്കൽ ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അടുപ്പം കാണിക്കുന്നത് അവരുമായിട്ടാണ്. അതിന് ചില മാനങ്ങൾ കൂടി നമ്മൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം PV അൻവർ എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് എന്നുള്ളത് തന്നെയാണ് UDFിലെയും കോൺഗ്രസിലെയും പല നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. മുസ്ലിം ലീഗ് പോലും അൻവറിന്റെ കാര്യത്തിന് വേണ്ടി UDFിൽ ഒരു ചർച്ച എന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുപോയതാ. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ പിണക്കാതിരിക്കുക, അൻവറിന്റെ വോട്ട് നേടുക എന്നുള്ളൊരു ആവശ്യം UDFിൽ ലീഗും ഉയർത്തിയിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റ നിലപാടിൽ ഉറച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് PV അൻവർ പോലും ഈ ലീഗിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ലീഗിനും വന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലവിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്നുള്ളൊരു വലിയ ചോദ്യങ്ങൾ കൂടിയുള്ള ചർച്ചകൾക്ക് കൂടി അടുത്ത കാലത്ത് തുടക്കമിട്ടുണ്ട്. അത് ലക്ഷ്യമിട്ടുള്ള ചില ആന്തരിക നാടകങ്ങൾ കൂടിയാണോ അല്ലെങ്കിൽ ഗെയിമുകൾ കൂടിയാണോ ഇതെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സംശയിക്കുന്നത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ പോലെ കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ വലിയ ഗെയിം കളിക്കുന്ന, വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന ഒരാളുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഷാഫി പറമ്പിലും ഒക്കെ. അപ്പോൾ അത്തരം നേതാക്കൾ താൻ അറിയാതെ രഹസ്യമായി ചർച്ച നടത്തിയതിന് പിന്നിൽ UDFിലേക്ക് അല്ലെങ്കിൽ UDFന് പിന്തുണ ഉറപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയാതെ വന്നപ്പോൾ അതിന് മറ്റ് ഒരു വഴിയിലൂടെയുള്ള ഒരു നീക്കം എന്ന രീതിയിൽ നാളെ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഈ നേതാക്കൾ എന്നുള്ളതാണ്
വി ഡി സതീശൻ സംശയിക്കുന്നത്. അതിന് KC വേണുഗോപാലിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളതും വി ഡി സതീശൻ സംശയിക്കുന്ന കാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഷ്ട്രീയം അറിയുന്ന ഒരു നേതാവ് അത്രയധികം വലിയൊരു പിന്തുണയില്ല എങ്കിൽ, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ PV അൻവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, PV അൻവർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, അതെല്ലാം നിലനിൽക്കുന്നു. നിലമ്പൂരിലേത് ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ചില ഉയർന്ന നേതാക്കളുടെ, കോൺഗ്രസിലെ തന്നെ ശക്തരായ നേതാക്കളുടെ ഒരു സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശമില്ലാതെ അത്തരമൊരു ചർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുതിരില്ല എന്നുള്ളത് രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് UDF-ലെ VD വിരുദ്ധരായിട്ടുള്ള മറ്റു നേതാക്കളും, ഇപ്പോൾ K മുരളീധരനാണെങ്കിലും ശരി, അതുപോലെയുള്ള നേതാക്കൾ ആണെങ്കിലും ശരി, ഒക്കെ ഒരു പരാമർശം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചർച്ച നടത്തിയതിൽ വലിയ തെറ്റില്ല എന്നുള്ളതാണ്. അതിനെ ഒരു വലിയ തെറ്റായി കാണേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അൻവറിന്റെ സഹായം വേണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു. K മുരളീധരനും അൻവറിന്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ തള്ളി പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. അപ്പോൾ നമ്മൾ KPCC അധ്യക്ഷന്റെ നിലപാട് നോക്കുകയാണെങ്കിൽ അതും ഒരു അഴികുഴമ്പൻ നിലപാട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം രാഹുൽ പോയത് തെറ്റാണോ ശരിയാണോ എന്ന് താൻ പറയുന്നില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഇപ്പോൾ ഒരു വിശദീകരണം തേടണമെങ്കിൽ അതും ആലോചിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ അപഹസിച്ച, നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപഹസിച്ച ഒരാൾക്കെതിരെ അയാളുമായി രഹസ്യ ചർച്ച നടത്തിയതിൽ പാർട്ടിയിലെ ഒരു ജൂനിയർ MLA ശക്തമായി ഒന്ന് വിമർശിക്കാൻ പോലും പ്രതിപക്ഷ നേതാവ്, പാർട്ടിയുടെ KPCC അധ്യക്ഷൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് സാധാരണഗതിയിൽ അങ്ങനെ നടക്കേണ്ടതല്ല. കാരണം പാർട്ടിയുടെ തീരുമാനമാണ് അൻവറുമായി ഇനിയൊരു സഹകരണം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ അൻവർ വേണ്ട എന്നുള്ളത് ഒരു ഉറച്ച തീരുമാനമാണ് എങ്കിൽ അതിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ K മുരളീധരനും KC വേണുഗോപാലിന്റെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിലേക്ക് വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടല്ല പോയത്, വ്യക്തിപരമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതല്ലാതെ ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോയതല്ല എന്ന് മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞു, പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് എന്ത് പറയാൻ? അങ്ങനെ ഇല്ല. ഞാൻ ഇക്കാര്യത്തിൽ ആദ്യമേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ UDF വളരെ കംഫർട്ടബിളായിട്ട് ജയിക്കും. അല്ല, എനിക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടം അത് എനിക്കറിയില്ല. ശിവദാസ് കൺവന് ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ശിവദാസ്, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. KC വേണുഗോപാൽ അടക്കം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് നടത്തിയതെങ്കിൽ VD സതീശൻ വളരെ വലിയ രീതിയിൽ രാഹുലിനെ തള്ളുന്ന ഒരു സമീപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്, അല്ലേ? ദേവിക, തീർച്ചയായും കടുത്ത ഒരു ഭിന്നത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത്. വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലും കാണാൻ കഴിയുന്നുണ്ട്. UDF-ലും അത്തരത്തിലുള്ള ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ പ്രചാരണത്തെ അടക്കം ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കടുത്ത ഒരു ഭിന്നത ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അത്തരത്തിലുള്ള കടുത്ത ഒരു ഭിന്നത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തും അതോടൊപ്പം തന്നെ VS ജോയിയും അടങ്ങുന്ന രണ്ട് പക്ഷമാണ് നിലമ്പൂരിൽ നേരത്തെ മുതൽ തന്നെ പ്രവർത്തിച്ചിരുന്നത്. ഒരു പക്ഷത്ത് ആര്യാടൻ ഷൗക്കത്തും മറുപക്ഷത്ത് VS ജോയിയും അവരുടെ കുറേ നേതാക്കളും അണികളും അങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ നിലമ്പൂരിൽ അവരുടെ പാർട്ടി പ്രവർത്തനം നടന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പക്ഷേ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് VS ജോയി ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ VS ജോയിയുടെ പക്ഷം കാലുവാരുമോ എന്ന ഭയമെല്ലാം തന്നെ ആര്യാടൻ ഷൗക്കത്തിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും നേതാക്കൾക്കും എല്ലാം തന്നെ ഉണ്ട്. കാരണം നമ്മൾക്കറിയാം, കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിലും അത് കണ്ടിരുന്നു. കഴിഞ്ഞ തവണ 2700 വോട്ടുകൾക്കാണ് അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് VV പ്രകാശ് പരാജയപ്പെട്ടത്. അന്നും ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. VV പ്രകാശിന് കാലുവാരിയതാണ് എന്ന ആരോപണം, പാർട്ടിക്കുള്ളിലുള്ള കാലുവാരൽ അന്ന് നടന്നിരുന്നു എന്നൊരു ആരോപണം അന്ന് തന്നെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെ ഇപ്പോഴും അത്തരത്തിലുള്ള കാലുവാരൽ ഉണ്ടാകും എന്നൊരു ഭീതി കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ നേരിട്ട് ആ ഒരു പൊട്ടിത്തെറിക്ക് തുടക്കം ഉണ്ടായിരിക്കുന്നത്. VD സതീശനും കൂട്ടാളികളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് K സുധാകരൻ അടക്കമുള്ള KPCC പ്രസിഡന്റ് അടക്കമുള്ള ഒരു പക്ഷം മറുഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ് അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, K സുധാകരൻ 4 ദിവസം മുൻപ്
തന്നെ വന്ന് കണ്ടിരുന്നു, രഹസ്യമായി തന്നെ വന്ന് കണ്ടിരുന്നു. ഇത് താൻ എവിടെയും പറഞ്ഞിട്ടില്ല, പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ PV അൻവറിനെ വന്നു കാണുന്നു. അതിനുശേഷം PV അൻവർ ഇതുമായി ബന്ധപ്പെട്ടും പറയുന്നുണ്ട്, ഒരു കഴിഞ്ഞ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രഹസ്യമായി കണ്ടിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടെയുള്ള ഒരു വിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലും KS സുധാകരനും അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയ്ക്കുന്ന അണികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പൊട്ടിത്തെറിയുമാണ് ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. പ്രചാരണത്തെ അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത്. ജൂൺ 19 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനങ്ങൾ വിധി എഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഈ സമയത്ത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി ജനങ്ങളെ കണ്ടു നേരിട്ട് വോട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ചെറിയ ഭിന്നത വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് KC വേണുഗോപാൽ പറയുന്നു. K മുരളീധരൻ ഈ ഒരു സന്ദർശനത്തിൽ തെറ്റില്ല എന്നും അറിയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.